ലോകം കണ്ട ദൈവിക ന്യായവിധി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ അരങ്ങേറിയത് കാൽവരിയിലെ ക്രൂശിലാണ്. എൻ്റെ ഉൾപ്പെടെയുള്ള അവിടെ ഇരിക്കുന്ന ജനത്തിന് നേരെ തൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പാപത്തിന് വേണ്ടിയാണ്, നിന്റെ പാപത്തിൻ്റെ ന്യായവിധി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. പാപം നിമിത്തം നീ ഇനി നരകത്തിൽ പോകേണ്ടി വരികയില്ല. നിന്റെ നരകം യേശുക്രിസ്തു അനുഭവിച്ചു കഴിഞ്ഞു. നിന്റെ നരകം അനുഭവിച്ച യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രാജാവായി, കർത്താവായി, ദൈവമായി നീ അംഗീകരിച്ചാൽ ഈ നിമിഷം നിനക്ക് സ്വർഗം ലഭ്യമാണ്. നരകം നിന്റെ കൺമുമ്പിൽ, നരകത്തിൻ്റെ കവാടം അടയ്ക്കപ്പെടുകയാണ്. നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുകയാണ്. ആ ദൈവദാസൻ്റെ ആ പ്രസംഗം അവിടെ നൂറുകണക്കിന് ആളുകൾ ഇരുന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെന്നോട് മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാകുകയും ആ പ്രഭാഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടെ കർത്താവായ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ആ ദൈവദാസൻ്റെ അനുഗ്രഹീതമായ പ്രഭാഷണം കേട്ട് ദൈവവചനത്തിൽ പറയുന്നത് പോലെ സുവിശേഷം എന്ന സത്യവചനം കേട്ട്, ഞാനീ പറയുന്ന വചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിടപ്പെടുകയും ചെയ്യും എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് അവിടെയാണ്. ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ക്രിസ്തുവിനെ ഞാൻ അംഗീകരിച്ചു, സുവിശേഷത്തിൽ ഞാൻ വിശ്വസിച്ചു. സുവിശേഷം എന്താണ്? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ, ക്രിസ്തുവിൻ്റെ ജനനം, മരണം, പുനരുത്ഥാനം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും എൻ്റെ നീതീകരണത്തിനുമാണെന്ന് ഞാൻ വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു.